എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ചിലരുടെ ഒരു ഡൗട്ടാണ്, DCA ആണോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണോ ഏറ്റവും നല്ലത്? അതായത് നമുക്ക് മുന്നോട്ടേക്കുള്ള കാലങ്ങളിൽ ഏതാണ് ജോലി സാധ്യത കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത GCAൻ്റെ ഒരു പ്രോസ്പെക്റ്റസ് ആണ് 2024-25 ആ ഒരു അഡ്മിഷൻ്റെ സമയത്ത് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന 2 വർഷ ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. ഇപ്പോൾ അത് അങ്ങനെ പേര് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളത് കുറച്ച് ക്വാളിഫിക്കേഷൻസും മാറ്റമുണ്ട്. ഇതിലെന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തുന്നത്. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് എന്നിവയിൽ ഹയർ ഗ്രേഡും മലയാളം ഷോർട്ട് ഹാൻഡ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് എന്നിവയിൽ ലോവർ ഗ്രേഡും, DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവ കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി ഡാറ്റ എൻട്രി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് കറസ്പോണ്ടൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംയോജിപ്പിച്ച് പരിഷ്കരിച്ച സിലബസാണ് ഈ കോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖലകളിൽ വിവിധങ്ങളായ തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ സെക്രട്ടറി, സ്റ്റെനോഗ്രാഫർ, ക്ലാർക്ക് ടൈപ്പിസ്റ്റ്, അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ GCA, ഇൻസ്ട്രക്ടർ ഇൻ GCA, സൂപ്രണ്ട് ഇൻ GCA തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഈ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ DCA എന്ന് പറയുന്നത് 6 മാസത്തെ കോഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ DCA വെച്ചിട്ട് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇക്വാലൻ്റ് ആയിട്ട് DCA വരില്ല. DCA എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് മാത്രമാണ്. DCA ചെയ്തതുകൊണ്ട് വലിയ ഉപകാരമില്ല. ഈ 2 വർഷത്തെ ഡിപ്ലോമ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ മേലെ പറഞ്ഞ ഇത്രയും ക്വാളിഫിക്കേഷനാണ് ഒരുമിച്ച് കിട്ടുന്നത്. ഓക്കെ, 2 വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. സ്റ്റൈഫൻ്റായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും. അതും കൂടി ഒന്ന് നോക്കുക. പിന്നെ ഇതിൽ SSLC ബേസ്ഡ് ആയിട്ടാണ് അഡ്മിഷൻ വരുന്നത്. അഡ്മിഷനൊക്കെ ഓൺലൈൻ ഇപ്പോൾ അഡ്മിഷൻ ആയിട്ടില്ല. ഓക്കെ, അഡ്മിഷൻ ആകുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ, DCA നമുക്ക് എടുത്തത് കൊണ്ട് വലിയ പ്രയോജനമില്ല. ഈ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് അതിനൊന്നും വലിയ പ്രയോജനമില്ല. ഈ ഡിപ്ലോമയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.